ഹലോ എല്ലാവർക്കും നമസ്കാരം. യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പണി തീർത്ത വീടുകളുടെ ഒരു മ്യൂസിയത്തിലാണ്. അപ്പം ഇവിടെ ജർമ്മൻസിന്റെ ഇടയിൽ അതിനെ അറിയപ്പെടുന്നത് ഫാറ്റിക് ഹൗസ് വെൽറ്റ് എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയുവാണ് പണി തീർത്ത വീടുകളുടെ ഒരു ലോകം. അപ്പം നിങ്ങൾക്കൊരു പുതിയ വീട് വാങ്ങിക്കാനാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടൊരു സ്ഥലമായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ആ മ്യൂസിയമാണ് കാണാൻ പോകുന്നത്. പോയാലോ? ഇവിടെ നമുക്ക് കയറാനായിട്ട് ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട്. ഒരാൾക്കാണെങ്കിൽ 4 യൂറോ, കപ്പിളാണെങ്കിൽ 6 യൂറോ, പിള്ളേർക്ക് 18 വയസ്സ് വരെ ഫ്രീ ആണ് കയറാനായിട്ട്. നമ്മൾ 6 യൂറോ കൊടുത്ത് ടിക്കറ്റ് എടുത്താലും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഈ സെയിം ഫാറ്റിക് വെൽറ്റ് ഹൗസ് തന്നെ വരണമെന്നില്ല. ഇവിടെ ജർമ്മനിയിൽ 18 ഇതുപോലത്തെ വേറെ ഫാറ്റിക് ഹൗസ് വെൽറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് നമുക്ക് അവിടുത്തെ വീടുകളൊക്കെ കാണാനായിട്ടും പറ്റും. ജർമ്മനിയിൽ പല ടൈപ്പിലെ വീടുകളുണ്ട്. അതായത് ഐൻ ഫാമിലിയൻ ഹൗസ്, ഒരു ഫാമിലിക്ക് വേണ്ടി പണിയുന്ന വീടുകളാണ് ഐൻ ഫാമിലിയൻ ഹൗസ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സ്വൈ ഫാമിലിയൻ ഹൗസ്, അതായത് 2 ഫാമിലി ആയിരിക്കും ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം 2 ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീടിൻ്റെ അകത്തോട്ട് എൻട്രൻസിൽ നിന്ന് കയറി ചെല്ലുമ്പോഴത്തേന് ആ ഒരു ഫൊയറിൽ നിന്ന് 2ആയിട്ട് അവർ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആ വീടിന്. എന്നിട്ട് ഒരു പോർഷനിൽ ഒരു ഫാമിലി, മറ്റേ പോർഷനിൽ വേറൊരു ഫാമിലി. അപ്പം ഒരു ഫാമിലി തന്നെ ബ്രദർ സിസ്റ്റർ ആവാൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ 2 ഇൻഡിപെൻഡൻ്റ് ആയ 2 ന്യൂക്ലിയർ ഫാമിലീസ് ആയിരിക്കും താമസിക്കുന്നത്. അതൊക്കെ അവരുടെ പ്രിഫറൻസസ് പോലെ. അപ്പം അങ്ങനത്തെ വീടുകളാണ് സ്വൈ ഫാമിലിയൻ ഹൗസ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ റൈഹൻ ഹൗസ് അല്ലെങ്കിൽ റോ ഹൗസ്. നമ്മുടെ ഒരു ഫ്രണ്ട് മേടിച്ചില്ലായിരുന്നു വീട്, അപ്പം ആ വീഡിയോയിൽ കാണിച്ച വീടുകളാണ് റൈഹൻ ഹൗസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ വീടുകളും ജർമ്മനിയിൽ പണിയുന്നുണ്ട്. നാലാമത്തേത് ഡോപ്പൽ ഹൗസ് ആണെന്ന് തോന്നുന്നു. 2 നിലയുള്ള വീട്, അല്ലെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് മേടിക്കാം. അപ്പോൾ ഇത്രയാണ് ജർമ്മനിയിൽ പൊതുവേ കാണുന്ന ടൈപ്പ് ഓഫ് ഹൗസസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ പണി തീർത്ത, അതായത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള പല ടൈപ്പിൽ പല ആർക്കിടെക്ചറിൽ പണിത 24 വീടുകളാണ് ഈ പാർക്കിൽ നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ഓരോ വീടുകളും പണിതേക്കുന്നത് ഓരോരോ ബിൽഡേഴ്സാണ്. അപ്പോൾ നമുക്ക് ഈ പാർക്കിനകം ഒന്ന് കയറി കാണാം. എല്ലാ വീടും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് അവർ സമ്മതിച്ചില്ല. അപ്പം സമ്മതിച്ച ഒരു വീട് ഇതാണ്. അപ്പോൾ ഇതിനകം നമുക്ക് കയറി കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. ബാ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിൽഡേഴ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. ഒരാളുടെ മാത്രമല്ല, അങ്ങനെ ഇതുപോലത്തെ 24 വീടുണ്ട് ഇവിടെ. അപ്പം അതും 24 ബിൽഡേഴ്സ് പണിത വീടുകളാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. അപ്പം ഈ ബിൽഡേഴ്സിൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ഓരോ വീടിനകത്തും ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ നമുക്ക് കണ്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത് കൂടാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ വീടിനെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അവരോട് പറഞ്ഞ് അങ്ങനത്തെ വീടുകൾ അവർ പണിയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് വേണ്ട സ്ഥലത്ത് അവരുടെ പ്രൊജക്ട്സ് വരുന്നുണ്ടോ, അപ്പം എത്രയാകും ഒരു ആവറേജ് കോസ്റ്റ് ഇങ്ങനത്തെ വീട് പണിയണമെങ്കിലും, അതുപോലെ തന്നെ എത്ര സമയം വേണ്ടി വരും ഫുൾ കൺസ്ട്രക്ഷൻ കഴിയാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടും പറ്റും ഇവിടെ വന്നാൽ. ഇത് കണ്ടു, ഇതെല്ലാം എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വീടുകളാണ്. ഇവിടെ മിക്ക വീടുകളും എനർജി എഫിഷ്യൻറ്റ് വീടുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ താമസിക്കുന്ന വീട് റെനോവേറ്റ് ചെയ്തൊരു എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വീട് ആക്കാനായിട്ടാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് എനർജി എഫിഷ്യൻസി വീട്ടിൽ കൊണ്ടുവരാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും.
ഇവിടെ നമുക്ക് സോളാർ പവേർഡ് ആയിട്ടുള്ള വീടുകൾ കാണാനായിട്ട് പറ്റും. ഇവിടെ കണ്ടോ, ഈ വീടുകളുടെയൊക്കെ റൂഫ് ടോപ്സിൽ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഇത്രയും വീട് കണ്ടതിൽ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു വീടാണിത്. ഇതൊരു ഹാഫ് ടിമ്പേർഡ് ഹൗസാണ്, ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ട് മറ്റേ വീടുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹൗസാണ് ഇത്. എനിക്ക് ഈ വീടിൻ്റെ അകം ഒന്ന് കയറി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് കയറി കണ്ടിട്ട് ആ ബിൽഡർ ഇപ്പം ഇതിനകത്ത് കാണുമായിരിക്കും. പുള്ളിയോടൊപ്പം നമുക്ക് ചോദിക്കാം ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ളത്. ബാ, കയറി നോക്കാം. നിങ്ങളത് കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അതിനകത്തൊരു മാർബിൾ കേക്ക് കഴിച്ചുകൊണ്ടൊരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് വീഡിയോ എടുക്കുന്നതിൽ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. നമുക്ക് ഇനി വേറൊരു വീട് കാണാനായിട്ട് പോകാം. ബാ, നമുക്ക് ഈ കാണുന്ന വീടൊന്ന് കയറി കണ്ടു നോക്കാം. ഇതൊരു ഹൈലി എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വീടാണെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ടാകുമൊക്കെ നമുക്ക് കയറി നോക്കാം. ബാ. അപ്പം ഈ വീഡിയോയും കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളെ ഈ ഫാറ്റിക് ഹൗസ് വെൽറ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് പുതിയ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീട് റെനോവേറ്റ് ചെയ്ത് എനർജി എഫിഷ്യൻറ്റ് വീടാക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.